അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ SLC ഫലപ്രഖ്യാപനം ഇന്ന് വരികയാണ്. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ്. നമുക്ക് മിനിസ്റ്ററോട് ചോദിക്കാം. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ പരീക്ഷയാണ് SSLC പരീക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് പ്രാധാന്യം ഉണ്ട്. എന്ന് മാത്രമല്ല, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അക്കാഡമിക് ജീവിതം ഈ SSLCക്ക് ശേഷമാണ് ഒരു ഡീവിയേഷൻ ഉണ്ടാകുന്നത്. ഉപരിപഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡീവിയേഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയ്ക്ക് വളരെ പ്രാധാന്യമാണ് എക്കാലത്തും ആൾക്കാർ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിലാണ്ട് 4.25 ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഇപ്രാവശ്യം പരീക്ഷ കൃത്യസമയത്ത് തന്നെ ആരംഭിച്ചു. അതുപോലെ ഫലപ്രഖ്യാപനം കഴിഞ്ഞ വർഷത്തേക്കാൾ 2 ആഴ്ച മുൻപാണ് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ടൊരു ഗുണമെന്ന് പറഞ്ഞാൽ സ്കൂളും ക്ലാസ്സും നമുക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് ആരംഭിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ സമയം, ഒരു 15-20 ദിവസത്തിനകം 20 ദിവസത്തോളം വരുന്ന അധിക ദിവസം പഠിക്കുന്നതിന് വേണ്ടി കിട്ടും. അപ്പോൾ എല്ലാം തയ്യാറിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. ഫലം പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി 3 മണിക്ക് ഇതിൻ്റെ ഫലം പ്രസിദ്ധീകരിക്കും. 4 മണിക്ക് കുട്ടികൾക്ക് അതെല്ലാം അവർക്ക് അറിയാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം ഈ മാർജിനൽ സീറ്റ് വർദ്ധിപ്പിച്ചതും ബാച്ചുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ തുടരുന്നതിന് വേണ്ടി ക്യാബിനറ്റ് തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻകൈ എടുത്തിട്ട് അങ്ങനെ ഒരു തീരുമാനം വന്നു. അപ്പോൾ അതിൻ്റെ ഫലമായ ഗുണമെന്ന് ചോദിച്ചാൽ, അത്രയും സീറ്റുകൾ ഈ 1 അലോട്ട്മെൻറ്റ്, 2 അലോട്ട്മെൻറ്റ്, 3 അലോട്ട്മെൻറ്റ് കൂടെ തന്നെ ആ കുട്ടികൾക്ക് അപേക്ഷ കൊടുക്കുന്നതിന് വേണ്ടി സമയം കിട്ടും. സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ ഈ മാർജിനൽ സീറ്റിൽ വർധനവുണ്ടായ സീറ്റിലത്തേക്കുള്ള അഡ്മിഷൻ 1 അലോട്ട്മെൻറ്റ്, 2 അലോട്ട്മെൻറ്റും, 3 അലോട്ട്മെൻറ്റും കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടികൾക്ക് അപേക്ഷ കൊടുക്കാനുള്ള അവസരം കിട്ടുന്നത്. അതിൻ്റെ ഫലമായിട്ട് വരാൻ പോകുന്നത് വെച്ചാൽ 1 മാസം കുട്ടികളുടെ ക്ലാസ് നഷ്ടപ്പെടും. 1 മാസം കഴിഞ്ഞിട്ട് അവർക്ക് ചേരാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ അതും ഗവൺമെൻറ് നന്നായി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ വർഷത്തേക്കാൾ ഏകദേശം 2 ആഴ്ചയോളം മുന്നിട്ടാണ് ഇപ്രാവശ്യം റിസൾട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു വലിയൊരു നേട്ടം തന്നെയാണ്. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോദ്യപേപ്പർ നിർമ്മിക്കുന്ന മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള ഒരു പ്രോസസ്സുണ്ട്. അതിൽ ഓരോ പ്രോസസ്സും അതിൻ്റേതായ വലിയ പ്രാധാന്യം ഉണ്ട്. അപ്പോൾ അതെല്ലാം മറ്റ് പരാതികളൊന്നും ഇല്ലാതെ പരീക്ഷ ആരംഭിച്ചാൽ കുട്ടികളെക്കാൾ ടെൻഷൻ വിദ്യാഭ്യാസ മന്ത്രിക്കും, വിദ്യാഭ്യാസ ഡയറക്ടർക്കും, വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരിക്കും. ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ മറുപടി പറയേണ്ട നമ്മളാണല്ലോ മറുപടി പറയേണ്ടത്. നിങ്ങളാരും നമ്മളെ വിടില്ലല്ലോ. അപ്പം അതുകൊണ്ട് വളരെ കരുതിക്കൂട്ടിയുള്ള വൻ തയ്യാറെടുപ്പാണ് ഈ പ്രാവശ്യം നടത്തിയത്.